കാറ്റ് നിറഞ്ഞൊരു ബലൂൺ പോലെയാണ് ഇതെന്റെ അവസ്ഥ. ഒരു മുൾമുന മതിയമ്മേ ഞാനില്ലാതെ അവൻ. എല്ലാം സ്വയം ക്ഷണിച്ചു വരുത്തിയതാണ് നീ. നന്മ ചൊല്ലിത്തന്നവരെയും നേർവഴി കാട്ടിയവരെയും നീ കണ്ടില്ല. നിന്നെ ഓർത്ത് ഞാൻ ഒഴിക്കിയ കണ്ണീര് പോലും എന്റെ മോൻ കണ്ടില്ല. ഏൽക്കുന്നു എല്ലാം. ചെയ്തു പോയ തെറ്റുകളുടെ ശാപമോ ശിക്ഷയോ ഏൽക്കാൻ ഞാൻ. പക്ഷെ അമ്മ ഗീതു, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഏത് തിരുനാളത്തിൽ തൊട്ടോ ഏത് മൂർത്തിയുടെ മുമ്പിൽ നിന്ന് സത്യം ചെയ്യാൻ ഞാൻ. ഗീതുവിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് ഉത്തരവാദി ഞാനല്ല. അമ്മയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കും. ഗീതു പറയുന്നത് നേരോ നുണയോ അത് തെളിയിക്കേണ്ട കടമ നിന്റെയാ. അതിന് അവള് കൂടി തയ്യാറാവണ്ടേ? അവളുടെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. സഹിക്കാൻ കഴിയാത്ത നിലവന്ന വന്ന് തീരും അവള്. കൊല്ലി ഞാനോ. വിളക്ക് തെളിഞ്ഞിരിക്കുന്ന നേരത്ത് അരുതാത്ത ഒന്ന് ചിന്തിച്ചു കൂട്ടണ്ട നീ. എല്ലാത്തിനു മുമ്പ് നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അംബിക, അവളെ കാണാതായിട്ട് എത്ര ദിവസമായിടാ? നീ ഒന്ന് അന്വേഷിച്ചോ? അംബികയും ഗോപികമോളും മറ്റെന്തിനേക്കാളും നിനക്ക് വലുത് അവരായിരിക്കണം. ലോകത്തെവിടെയെങ്കിലും അംബിക ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ചെന്ന് തിരക്കി കൊണ്ടുവരണം. മാപ്പ് പറയണം നീ. ഈ കുടുംബത്തിന്റെ ഐശ്വര്യ പടിയിറങ്ങിപ്പോയത്. വീണു, അംബിക ഒഴുക്കിയ കണ്ണീര് ഈ വീടിനകത്ത് കിടന്ന് പൊള്ളുക. അതാ ഇവിടെ ഉള്ളവർക്ക് ആർക്കും മനസ്സമാധാനം ഇല്ലാത്തത്. എന്താടി കുറെ നേരമായില്ല നീ അവന്റെ ചെവി കടിച്ച് പറിക്കുന്നു. പറഞ്ഞു നീ അവനെ അങ്ങ് പുണ്യാളനാക്കുവോ? ചെകുത്താന്മാരുടെ കൂട്ടത്തിൽ നിന്ന് മാറി നടക്കാൻ പറഞ്ഞതാ. ചെകുത്താനോ? ആര്, ഞാനോ? കൊള്ളാം. ഞാൻ എന്റെ മകന് സമ്പത്ത് സമൃദ്ധിയുള്ളൊരു വിവാഹ ജീവിതം വേണമെന്ന് ആഗ്രഹിച്ചു. സ്വന്തം മകന് നല്ലൊരു ജീവിതം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഞാനാണോടി ചെകുത്താൻ? അയ്യോ, നല്ല ജീവിതം എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഈ നരകത്തിൽ നിന്നൊന്ന് പോയാ മതി. നാപെറ്റിടം നാരകം പൂത്തിടം, നാരി ഭരിച്ചിടം നരകം. നാരി ഭരിക്കുന്നിടവാ നരകം, മനസ്സിലായോ? നീയാണ് ഇവിടെ നരകമാക്കുന്നതെന്ന്. നാരിതൻ നാവിനാൽ ശാപമേറ്റിയിടുകിൽ നാരായണൻ പോലും നരകത്തിൽ എന്നൊരു ചൊല്ലുണ്ട്. നാരായണൻ ഭഗവാൻ പോലും നരകത്തിലാവും പെണ്ണിന്റെ ശാപമേറ്റാലെന്ന്. മനസ്സിലായോ? നീ ആള് കൊള്ളാവില്ലോടി. ഈ കഴിവൊക്കെ അങ്ങ് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നോ? ഉള്ളിലിരുന്ന് പൊള്ളുന്ന ഒന്നും പുറത്തറിയിച്ചിട്ടില്ല നാളിതുവരെ. സഹിച്ചു. നിങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്ന തോന്നിയാസങ്ങളൊക്കെ സഹിച്ചു പിടിച്ചു. ഇനി വയ്യ. എന്റെ കുടുംബം വലിഞ്ഞു കയറി വരുന്നവർക്കും ബന്ധം പറഞ്ഞ് കാത്തു നിൽക്കുന്നവർക്കും നിഴൽക്കൂത്ത് കളിക്കാനുള്ള പെരുവഴിയമ്പലമല്ല. പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക് കൈ പിടിച്ചു കൊണ്ടുവന്നവരോട്. അംബികയും കുഞ്ഞുമാണ് ഈ വീട്ടിൽ വേണുവിനോടൊപ്പം ജീവിക്കേണ്ടത്. അതൊന്ന് പറഞ്ഞു കൊടുക്കും മകനോടും അനന്തരവളോടും. അംബികയും കുഞ്ഞുങ്ങളും ശവങ്ങള് തൊലഞ്ഞു പോയത് നന്നായി. അതുങ്ങളങ്ങ് പോയിക്കോട്ടെന്ന്. ചത്ത തൊലഞ്ഞില്ലെങ്കിൽ തിരിച്ച് അവള് വന്ന് ഈ വീട്ടിൽ കാലൂത്ത ഞാൻ സമ്മതിക്കില്ല. അതിന് ഈ അരവിന്ദാക്ഷ ഒരു ജന്മം കൂടി ജനിക്കേണ്ടി വരും. എന്തിനാ ഇനിയും നിങ്ങൾ ജനിക്കുന്നത്? ഈ ജന്മത്തിൽ തന്നെ എല്ലാം തികഞ്ഞില്ലേ? നായായിട്ടും നരിയായിട്ടും എല്ലാം. വെറുതെ വടി കൊടുത്ത് അടി വാങ്ങിച്ചു. വേണ്ടായിരുന്നു. എന്തൊരു ചൂട്. ഒരു മഴയ്ക്ക് കോളണ്ടെന്ന് തോന്നുന്നല്ലോ. വിളക്ക് വെച്ചിട്ട് വന്നിട്ടാണോ അവളുടെ ഡയലോഗ്? വെറുതെ അല്ല നാരായണനും നരകമൊക്കെ വന്ന് ചാടിയത്. വെറുതെ എണ്ണ കത്തിച്ച് കളയാനായിട്ട് മാസം മാസം നല്ലൊരു തുക കറണ്ട് ചാർജ് എന്നും പറഞ്ഞു കുഴിച്ചിടുന്നുണ്ട്. അതിന്റെ കൂടെ ഇതും കത്തിച്ചു വെച്ച് പാഴ്ചെലവുണ്ടാക്കുകയെന്നേ. എന്നിട്ട് 10 കാശുണ്ടാക്കാന്ന് വെച്ചാ പുച്ഛവും പ്രാക്കും. ആഹാ, നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ?
നീ ഇങ്ങനെ തനിച്ച് നിന്ന് സിഗരറ്റ് കത്തിച്ച് പുകയോതി തിന്നാ കാര്യങ്ങൾക്കൊരു തീരുമാനമാകുമോ? ആകുകയല്ല. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും, വലിയ വില. ഒരു ശരാശരി മനുഷ്യന്മാരായ നമുക്കിത് ശരിയാവുകയില്ല. നിന്റെ തള്ള പലതും പറയും, നീ അതൊന്നും കാര്യമാക്കണ്ട. വേണു, നീ ഒരു അന്തിമമായ തീരുമാനമെടുക്കണം. ഇതിങ്ങനെ നീണ്ടുപോയാൽ എങ്ങനെയാടാ? വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. ഏത് കാര്യം അച്ഛൻ പറയുന്നത്? ഒറ്റ വീക്കങ്ങ് ചെന്നാലുണ്ടല്ലോ, ഒന്നും അറിഞ്ഞൂടാ കള്ളൻ. ഗീതു നിന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ ജീവിക്കേണ്ട കുട്ടിയാ. ഒരു ദുർബല നിമിഷത്തിൽ നിനക്കങ്ങ് സംഭവിച്ചു പോയതാന്ന് നിനക്ക് സംഭവിച്ചൂടെ? കുറെ ഞാൻ കേട്ടു. ഇനി ആ വൃത്തിയുടെ അടുത്ത് പറഞ്ഞോണ്ടല്ലോ, അച്ഛനാണെന്ന് ഞാൻ നോക്കില്ല. പിന്നെങ്ങനാടാ? മാനത്തോന്ന് പൊട്ടി വീഴുന്ന ദിവ്യ ഗർഭമാ? ലോകത്തേതെങ്കിലും പെണ്ണിക്കാര്യത്തിൽ കള്ളം പറയുവോ? പറയും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കള്ളം 1000 തവണ ആവർത്തിച്ചാല് സത്യമാവുന്നുള്ള തെറ്റിദ്ധാരണയില അവൾ ഈ പറയുന്നൊക്കെ. ഞാനൊരു പുരുഷനാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആ തെറ്റുകളിലൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ചങ്കൂറ്റവും എനിക്കുണ്ട്. പക്ഷേ ചെയ്യാത്ത തെറ്റിന്റെ തലയെ കെട്ടിവെച്ചാലുണ്ടല്ലോ, ഗർഭം സമ്മാനിച്ച ദിവ്യൻ ആരാണെന്നൂടെ പറയാം അവളോട്. ഇല്ലെങ്കിൽ പറയിക്കാൻ എനിക്കറിയാം. അത് വേണോ? അച്ഛനറിയാലോ വേണുവിനെ. വേണു, നീ പറയാ, ഗീതുവിനെ ഞാൻ ഇവിടെ ഇറക്കി വിടണോ? അവളുടെ ഉദരത്തിൽ വളർന്ന കുഞ്ഞിന്റെ അച്ഛൻ നീയാണെന്ന് ഈ ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. നാട്ടുകാരെന്തും പറഞ്ഞോട്ടെ, പക്ഷേ ഗർഭിണിയായ ഒരു പെണ്ണിനെ ഈ പെരുവഴിയിലേക്ക് ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ അതിലും ഭേദം അവളെ അങ്ങ് കൊല്ലുന്നതാ. നിനക്കത് കഴിയുമെങ്കിൽ നീ അങ്ങ് ചെയ്യടാ. ഒരിക്കൽ സിദ്ധാർത്ഥ് എന്ന പേരുള്ള ഒരുവൻ നിനക്കൊരു അപകടം വരുത്തി. എന്തിനാ? അവന്റെ സഹോദരി അംബിയയ്ക്ക് വേണ്ടി. കൂടപ്പറപ്പിനെ സ്നേഹിക്കുന്ന ഏതൊരു സഹോദരനും അങ്ങനെ കഴിയൂ. സീതാലക്ഷ്മി എന്റെ സഹോദരിയാണ്, അവളുടെ മകളാണ് ഗീതു, എന്റെ സഹോദരിയുടെ ചോര. അവരെ കരയിക്കാനാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ അച്ഛനത് സഹിക്കാനാവില്ല. സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടുന്ന് ഇറങ്ങിപ്പോയ അംബിയെയും അവൾക്ക് പിറന്ന ആ കുഞ്ഞിനെയും കാത്താണ് നീ ഇപ്പൊ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ഒന്നോർത്തോ നീ, അംബികയും കുഞ്ഞു ഇനി ഒരിക്കലും നിന്നോടൊപ്പം വരില്ല. നിന്നെ സ്നേഹിക്കുന്ന, നീ ഇത്രയേറെ തള്ളിക്കളഞ്ഞിട്ടും നിന്നോടൊപ്പം ജീവിക്കാൻ തപസിരിക്കുന്ന ഗീതുവിന്റെ മനസ്സ് നീ കാണാതെ പോയാൽ, മോനെ വേണു, നീ നഷ്ടപ്പെടുത്തുന്നത് നിന്റെ ജീവിതമാ. തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാതെ തനിയെ കിടന്ന് പിടയ്ക്കും നീ, മറക്കണ്ട. വേണുവേട്ടനോ? ഞാനറിയാതെ എന്നെ നോക്കി നിൽക്കുകയാണല്ലേ കള്ളൻ. ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. പിന്നെ ഈ നേരത്ത് നല്ല ഹാപ്പി ആയിട്ടിരിക്കണം എന്നാ പറയുന്നേ. ഈ നേരത്ത് പറഞ്ഞാ വൈകിട്ടോ? ഞാൻ ഉദ്ദേശിച്ചത് ഈ ടൈമിലെന്നാ. വേണുവേട്ടനൊന്ന് ചെവി വെച്ച് നോക്കിയേ, കുഞ്ഞിന്റെ ചവിട്ടും ബഹളവും കേൾക്കാം. എനിക്ക് കേൾക്കണ്ട വല്ലോന്റെ കുഞ്ഞിന്റെ ചവിട്ടും ബഹളവും. ഇങ്ങനെയൊന്നും പറയല്ലേ, ദൈവകോപം കിട്ടൂട്ടോ. ദൈവം? അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് തന്നെയായിരുന്നു എന്റെ വിചാരം. ഈ ഇടയ്ക്കാ അത് സത്യമാണെന്ന് ബോധ്യമായത്. ഈ ദൈവം എന്ന് പറഞ്ഞ പുള്ളിക്കാരുണ്ടല്ലോ, ചെയ്തു പോയ തെറ്റിന് മാത്രമല്ല, ചെയ്യാനിരിക്കുന്ന തെറ്റിനുള്ള ശിക്ഷയും വിധിച്ചു കഴിയും. ചെയ്യാത്ത തെറ്റിനും. ഇതെന്തു പറ്റി? വേണുവേട്ടൻ വല്ല നാടക ബുക്കും എടുത്ത് വിഴുങ്ങിയോ? ഭയങ്കര ഡയലോഗ്. ഗീതു, നീ ഇങ്ങനെ എന്നെ നോക്കി പരിഹസിച്ച് ചിരിക്കല്ലേ. നല്ല തെറ്റി നിൽക്കേ ഞാൻ. എപ്പോഴും നമുക്ക് നമ്മളെ നിയന്ത്രിച്ചു നിർത്താനാവില്ല. പ്ലീസ്.
എന്റെ നെഞ്ചിൽ മൂർച്ചയുള്ള കത്തി കുത്തി താത്തിട്ടാ നീ നിന്ന് ചിരിക്കുന്നേ. വേണു എന്തിനാ ഇതിന് മാത്രം സെൻഡി ആവുന്ന എനിക്ക് മനസ്സിലാവാത്തെ. അംബികയും കുഞ്ഞിനെ ഓർത്തിട്ടാ? ഛേ, അത് ഒഴിവാക്കി കിട്ടാൻ കാത്തിരുന്ന ആളല്ലേ വേണു. എന്നിട്ടിപ്പോ ഇതു നീ മനസ്സിലാക്കണം. എന്നും അപമാനവും കണ്ണീരും മാത്രമേ ഞാൻ അംബികയ്ക്ക് കൊടുത്തിട്ടുള്ളൂ. ഒരു സ്ത്രീയും പൊറുക്കാനാവാത്ത തരത്തില് ഞാൻ അവളെ വേദനിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ കുഞ്ഞ്, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ജീവിതം വെറും ഒരു എന്റർടൈൻമെന്റായി കാണുന്ന നിന്നെ പോലുള്ളവർക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതെന്തൊരു ചീപ്പാ വേണു. ഷേ, അയ്യേ, വേണുവിൽ നിന്നും ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗ് ഞാൻ പ്രതീക്ഷിച്ചില്ല. വളരെ മോശം. ഇതൊരുമാതിരി ചെകുത്താന്റെ വേദം പറച്ചില് പോലെ സിങ്കാവുന്നില്ല. ചെകുത്താനാ ഞാൻ. ചെകുത്താനായി തന്നെ ജീവിച്ചതും ഇപ്പോ ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ കൊതിക്കുന്നു ഞാൻ. അതിന് തടസ്സം നിന്ന കൊന്നു തള്ളും നിന്നെ ഞാൻ. അറിയില്ല നിനക്കെന്നെ. ഇല്ലാത്ത ഒന്നിന്റെ പേരും പറഞ്ഞ് ഇല്ലാതാക്കല്ലേ നീ എന്റെ ജീവിതം. പ്ലീസ്. ശരിക്കും ഒന്ന് ഓർത്തു നോക്കിയേ. മോൾക്ക് ഓർമ്മിക്കാൻ പറ്റും. വേഗം പറഞ്ഞ് ലിസി ആന്റി മോൾക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം വാങ്ങിത്തരാം. അമ്മ? അതെ, അമ്മ. അതുപോലെ ഗോപിക മോളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ഒന്ന് പറഞ്ഞേ. ഓർത്ത് പറയും മോളെ. അയ്യോ, കരയണ്ട. മോൾക്ക് ഓർക്കാൻ കഴിയുമ്പോ ഫ്രണ്ടിന്റെ പേര് ആന്റിയോട് പറഞ്ഞാൽ മതി കേട്ടോ. മോളോടിങ്ങനെ അവൾക്ക് പ്രിയപ്പെട്ടവരായിരുന്നവരുടെ പേരുകളും മറ്റും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. ഇതൊരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമാ. ഡോക്ടർ അങ്ങനെ പറഞ്ഞത്. അംബിക ഭക്ഷണം കഴിക്ക്, ഈ മെഡിക്കും കൊടുക്ക്. മരുന്ന് കഴിക്കേണ്ടതല്ലേ. ലിസി ചേച്ചിയുടെ വീട് എവിടെയാ? കുറച്ച് വടക്കാ. വീട്ടില് വല്ലപ്പോഴും പോവും. കഴിക്കുമോളെ. ഹലോ, ആന്റി നല്ല ആളാ. എന്റെ അടുത്ത് ഒരു സ്നേഹമില്ല. ബോബിക്ക് മാത്രമേ ഫുഡ് കൊടുക്കൂ. എനിക്കും വേണം. ആ best day.
ഞാൻ എവിടെ പോയാലും ഏത് രാത്രിയിലും ഉറക്കമൊഴിച്ച് കാത്തിരിക്കാറില്ല കക്ഷിയ. പുതിയ ഫ്രണ്ടിനെ കിട്ടിയപ്പോൾ നമ്മളെ മറന്നു. നേരം വെളുക്കട കാന്തരി കാണിച്ചു തരാം. ലിസമോ ലിസമോ ലിസമേ. അമ്പിയെ താൻ നോക്കിയേ, രണ്ടുപേരും സുഖനിദ്രയില്ല. ഇന്നുവരെ കഴിച്ചായിരുന്നോ അതോ കാർട്ടൂണിൽ കെട്ടുപണഞ്ഞിരിക്കായിരുന്നു? അല്പം കഴിച്ചു. മോളവിടെ കിടന്നോട്ടെ, രണ്ടുപേരെ ഞാൻ എടുത്ത് ഇവിടെ അകത്ത് കിടത്തിക്കോളാം. സാരല്ല. അമ്പിയെ ഗുഡ് നൈറ്റ്. സായിപ്പിന്റെ മര്യാദകള ഇതൊക്കെ. എന്തായാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതും കേൾക്കുന്നതും ഒരു സുഖ. ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോയിക്കൂടെ? ഗുഡ് നൈറ്റ്. ആ ഓക്കെ, ഗുഡ് നൈറ്റ്. കള്ളൻ ഉറക്കം കണ്ടില്ലേ? ഡോക്ടർ വിളിച്ചായിരുന്നോ? ആ, ഞാൻ വിളിച്ചത് 2010. ഇപ്പോഴാണോ ലിസമ്മ ഉണർന്ന് ഇങ്ങോട്ട് വരുന്നേ? ഞാൻ ബാത്റൂമിലായിരുന്നു. മോനെ ഞാൻ എടുത്തു കിടത്താം. വേണ്ട വേണ്ട, ഞാൻ ഏറ്റു. ലിസമ്മ പോയി കിടന്നു. ആ പിന്നെ നാളെ ആ ബെഡ് റെഡിയാക്കി ഇട്ടേക്കണം. രാവിലെ ഒരു പേഷ്യന്റ് വരുന്നുണ്ട്. ഓക്കെ സർ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഡോക്ടർ. പവിത്ര പപ്പയാടാ, നമുക്ക് റൂം പോണ്ടേ? രക്ഷ. എന്നാ പിന്നെ ഞാനും ഇവിടെ അങ്ങ് കൂടുക. ഗുഡ് നൈറ്റ്. പേടിക്കണ്ട, ഇനി മോള് ഉറങ്ങിക്കോളൂ. പതിയെ പതിയെ അസുഖത്തിൽ നിന്ന് ഗോമോള് റിക്കവറായി വരത്തേ ഉള്ളൂ. കുട്ടി അറിയാതെയോ അറിഞ്ഞോ ഉള്ളിൽ കയറിക്കൂടി ആ ഭയം മാറിപ്പോണം. ശരിക്കും ഗോപുമോള് ടോർച്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. താൻ മറിയിടാവണ്ടാ, മൂക്ക് ധൈര്യം കൊടുക്കണം. നമുക്ക് ശരിയാക്കി എടുക്കാം. ഗോപുമോള് നല്ല മിടുക്കിയായിട്ട് ഞാൻ ഇവിടെ നിന്ന് വിടും. ഇത് ഓർഡറാ, സാക്ഷാൽ മിസ്റ്റർ പവിയുടെ. ഓക്കെ, ഒരു തവണ പറഞ്ഞതാണെങ്കിലും ഇരിക്കട്ടെ. ഗുഡ് നൈറ്റ്.